ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡൈസേഷനാണ്. ഫ്ലൂയിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്രോസസ് ഇൻ വിച്ച് വി ആർ കൺവേർട്ടിംഗ് എ പാർട്ടിക്കിൾ ഇൻ എ ഫ്ലൂയിഡൈസ്ഡ് ഫോം. അതായത് ഒരു സിസ്റ്റത്തിന്, ഒരു ഫൈൻ സോളിഡ് പാർട്ടിക്കിളിനെ നമ്മളതിൻ്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയിലേക്ക്, ഫ്ലൂയിഡിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസിലേക്ക് അതിനെ കൊണ്ടുവരുന്നതാണ് ഫ്ലൂയിഡൈസേഷൻ. അപ്പോൾ സോളിഡ് വിൽ ബി ആക്ടിങ് ലൈക്ക് എ ഗ്യാസ് സോളിഡ് ലിക്വിഡ്. അതായത് ഒരു സോളിഡ് ഒരു ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെയോ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് എന്ത്, ഫ്ലൂയിഡൈസേഷൻ. ഇനി ഈ ഫ്ലൂയിഡൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂയിഡൈസേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടേഴ്സിൽ നമുക്കൊരു പാർട്ടിക്കിളിനെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഫുള്ളി സസ്പെൻഡഡ് ആയിട്ട് കിട്ടും. ഫുള്ളി സസ്പെൻഡഡ് പാർട്ടിക്കിളിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻറ്റ് റിയാക്ടർ സിസ്റ്റമാണ്. അതിൽ നമ്മൾ ഫ്ലൂയിഡൈസേഷൻ പ്രോപ്പർട്ടി വഴി ഒരു സോളിഡിനെ ഫ്ലൂയിഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഫുള്ളി സസ്പെൻഡഡ് പാർട്ടിക്കിളിൽ ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ ക്യാരക്ടറൈസേഷൻ നടക്കുന്നു. നമുക്ക് ഇതാണ് ഫ്ലൂയിഡൈസേഷൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഫ്ലൂയിഡൈസേഷന് പല റീജിയൻ ഉണ്ട്. ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു റിയാക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെലോസിറ്റി കൂട്ടി കൊണ്ടുവരുമ്പോഴാണ്, ഒരു മിനിമം വെലോസിറ്റി എത്തിക്കഴിയുമ്പോഴാണ് ഫ്ലൂയിഡൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അറ്റ് ദ എൻഡിൽ മാക്സിമം വെലോസിറ്റിയിൽ ഇത് കംപ്ലീറ്റ് സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. റീസർക്കുലേഷൻ പ്രോപ്പർട്ടി ഉണ്ടാവും. ഫുള്ളി സസ്പെൻഡഡ് സോളിഡ്, അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡൈസ്ഡ് മാക്സിമം വെലോസിറ്റിയിൽ എത്തുന്ന ആ ഒരു സ്റ്റേഷൻ. അപ്പോൾ അതുവരെ എത്തുന്ന ആ ഒരു ടൈമിൽ പല സ്റ്റേജസ് കൂടെ ആയിരിക്കും ഈ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് കടന്നു പോകുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ബെഡ് സിറ്റുവേഷൻ തന്നെയാണ്. ഇറ്റ് വിൽ ബി ലൈക്ക് എ പാക്ഡ് ബെഡ്. പാക്ഡ് ബെഡിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുക. ഇനി നമ്മൾ ഈ ഒരു പാക്ഡ് ബെഡിലേക്ക് നമ്മൾ വെലോസിറ്റി കൂട്ടി കൊടുക്കും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രഷർ ഡ്രോപ്പിൽ വ്യത്യാസം വരും. പ്രഷർ ഡ്രോപ്പ് കൂടി വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എത്തിക്കഴിയുമ്പോൾ പാർട്ടിക്കിൾ വിൽ സ്റ്റാർട്ട് ടു മൂവ് ഓർ വൈബ്രേറ്റ്. ആ ഒരു മിനിമം വെലോസിറ്റിനെയാണ് നമ്മൾ ഫ്ലൂയിഡൈസേഷൻ വെലോസിറ്റി എന്ന് പറയാം. ആ ഒരു ലെവലാണ് ഹോമോജീനിയസ് ലെവൽ അല്ലെങ്കിൽ മിനിമം ഫ്ലൂയിഡൈസേഷൻ റെജിം. സെക്കൻഡ് ഫിഗറാണ് ഈ ഇമേജിൽ കാണിച്ചത്, ഫ്ലൂയിഡൈസേഷൻ റെജിം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സസ്പെൻഡഡ് പാർട്ടിക്കിളിൽ ആദ്യം ബബിൾസ് ഫോം ചെയ്യും. ഈ ഒരു സൈനിനെയാണ് നമ്മൾ ബബ്ലിംഗ് ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയുക. ഇനി ബബിൾസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡയമീറ്റർ ആയിട്ട് സിമിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്ലഗിങ് നടക്കും. രണ്ട് ടൈപ്പ് ഓഫ് സ്ലഗിങ് ഉണ്ട്, ആക്സിയൽ ആൻഡ് ഫ്ലാറ്റ് സ്ലഗിങ്. ഇപ്പോൾ ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് സ്ലഗിങ് നടക്കും. ഇനി സ്ലഗിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെലോസിറ്റി കൂട്ടി കൊടുക്കുന്നതനുസരിച്ചിട്ട് പാർട്ടിക്കിൾ ബ്രേക്ക് ചെയ്തിട്ട് ടർബുലൻറ്റ് ഫോമിലേക്ക് എത്തും. ടർബുലൻറ്റ് ഫോമിൽ സോളിഡ് റീസർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇനി പിന്നെ നമ്മൾ മാക്സിമം വെലോസിറ്റി കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫ്ലൂയിഡൈസേഷൻ നടത്തിയിട്ട് പാർട്ടിക്കിൾ വിൽ ബി ഇൻ എ സസ്പെൻഡഡ് ഫോം. അങ്ങനെ സസ്പെൻഡഡ് ഫോമിൽ പാർട്ടിക്കിൾ എത്തും. ഇനി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ചില കേസിൽ ന്യൂമാറ്റിക് ട്രാൻസ്പോർട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എക്സിറ്റിലൂടെ നമ്മുടെ കമ്പോണൻറ്റ് കടന്നു പോകാം. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ എത്തില്ല. ആ ഒരു മാക്സിമം വെലോസിറ്റിക്ക് മുമ്പേ നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതാണ് ഓരോ റെജിംസ് ഓഫ് ഫ്ലൂയിഡൈസേഷൻ. ഇനി ഫ്ലൂയിഡൈസേഷൻ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് പാർട്ടിക്കുലേറ്റ് ഫ്ലൂയിഡൈസേഷൻ അല്ലെങ്കിൽ അഗ്രസീവ് ഫ്ലൂയിഡൈസേഷൻ. പാർട്ടിക്കുലേറ്റ് ഫ്ലൂയിഡൈസേഷൻ വിൽ ഹാപ്പൻ വിത്ത് എ ലിക്വിഡ് സോളിഡ് ഫ്ലൂയിഡൈസ് സിസ്റ്റം. അതായത് ലിക്വിഡും സോളിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇത് കഴിയുമ്പോൾ, അതായത് റെജിം എത്തിക്കഴിയുമ്പോൾ പിന്നെ അവിടെ ബബിൾ ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് കംപ്ലീറ്റ് സസ്പെൻഡഡ് ആയിട്ട് നമുക്ക് ഫ്ലൂയിഡ് സോളിഡും നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പാർട്ടിക്കുലർ ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയുന്നത്. അഗ്രസീവ് ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ബബിൾ ഫോർമേഷനും അങ്ങനത്തെ സ്ലാഗ് ഫോർമേഷനും ഒക്കെ വരുന്നതാണ് അഗ്രസീവ് ഫ്ലൂയിഡൈസേഷൻ. അതായത് ഒരു മിനിമം ബബ്ലിംഗ് വെലോസിറ്റിയും അതിൽ വരുന്നുണ്ട്. ആ മിനിമം ബബ്ലിംഗ് വെലോസിറ്റിയിൽ ഫസ്റ്റ് ബബിൾ ഫോം ചെയ്യും. പിന്നെ ഈ ബബിൾസ് ഫോം ചെയ്ത് അതൊരു തേർഡ് ലെവലിൽ എത്തുമ്പോൾ മാത്രമാണ് ഫുള്ളി സസ്പെൻഡഡ് ആവുള്ളൂ. ഇതിനെയാണ് അഗ്രസീവ് ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻ ഫോർ ഫ്ലൂയിഡൈസേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലൂയിഡൈസേഷൻ ഫിനോമിന. ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പ്രോസസ്സ് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ വി ഇനിഷ്യലി ഇൻക്രീസസ് ദ വെലോസിറ്റി, അതായത് ഈ ഗ്രാഫ് കാണിക്കുന്നത് നമ്മൾ വെലോസിറ്റി കൂട്ടി കൊടുക്കുന്നതനുസരിച്ചിട്ട് പ്രഷർ ഡ്രോപ്പിനും ബെഡ് ഹൈറ്റിലും വന്ന ഡിഫറൻസ് ആണ്. ഇനിഷ്യലി നമ്മൾ വെലോസിറ്റി കൂട്ടി കൊടുക്കുന്നതനുസരിച്ചിട്ട് പ്രഷർ ഡ്രോപ്പ് കൂടി വരും, പക്ഷേ ബെഡ് ഹൈറ്റിന് വ്യത്യാസം വരില്ല. അങ്ങനെയാണ് പോയിൻ്റ് എ വരെ എത്തുന്നത്. പോയിൻ്റ് എയിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് ബെഡ് ഹൈറ്റ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ പ്രഷർ ഡ്രോപ്പ് കോൺസ്റ്റൻ്റ് ആവും.
അങ്ങനെ കണ്ടിന്യൂ ചെയ്തൊരു മാക്സിമം ആ ഒരു ബെഡ് ഹൈറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ബെഡ് ഹൈറ്റ് കൂടി വരും. ഇനി ഒരു മാക്സിമം ബെഡ് ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരും. സസ്പെൻഡഡ് ആയി കഴിയുമ്പോൾ, സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി എത്തുമ്പോഴാണ്. അതായത് പാർട്ടിക്കിളുടെ സൈസും നമ്മുടെ വെലോസിറ്റിയും വിൽ ബി ഇൻ ബാലൻസ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മുടെ പാർട്ടിക്കിൾ ഫുള്ളി സസ്പെൻഡഡ് ആവും. ഇനി നമ്മൾ തിരിച്ച് വെലോസിറ്റി കുറച്ച് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ആദ്യം ബെഡ് ഹൈറ്റ് കുറഞ്ഞു വരും. ആ സമയത്ത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞൊരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ ബെഡ് ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആവും, പക്ഷേ ഇറ്റ് വിൽ ബി എ ന്യൂ ഹൈറ്റ്. കാരണം വോയിഡ് ഫോർമേഷൻ ഉണ്ടാവും, പുതിയൊരു ഹൈറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി ആ കോൺസ്റ്റൻറ്റ് ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ പിന്നീട് നമ്മൾ വെലോസിറ്റി കുറയ്ക്കുന്നതനുസരിച്ചിട്ട് പ്രഷർ ഡ്രോപ്പ് ആയിരിക്കും കുറഞ്ഞു വരാം. ആൻഡ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് നോർമൽ ഇനിഷ്യൽ പോയിൻറ്റ്. ഓക്കെ, ഇനി ഒരു പോയിൻ്റ് അറ്റ് വിച്ച് ഫ്ലൂയിഡൈസേഷൻ സ്റ്റാർട്ട്സ്, അതായത് ആ എക്സ്പാൻഷൻ തുടങ്ങിയ സമയം അല്ലെങ്കിൽ പ്രഷർ ഡ്രോപ്പ് കോൺസ്റ്റൻ്റ് ആയ ടൈം, അതിനെയാണ് നമ്മൾ ആ ഒരു വെലോസിറ്റിനെയാണ്, അതായത് ഏത് വെലോസിറ്റിയിലാണോ ബെഡ് എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തത്, ഏത് വെലോസിറ്റിയിലാണോ പ്രഷർ ഡ്രോപ്പ് കോൺസ്റ്റൻ്റ് ആയത്, ആ വെലോസിറ്റിയാണ് നമ്മുടെ മിനിമം ഫ്ലൂയിഡൈസേഷൻ വെലോസിറ്റി. The velocity in which fluidization will start is known as minimum fluidization velocity. Okay. In a major application of fluidization, most of the fluidization applications use one or more of the characters. അതായത് മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലൂയിഡൈസ്ഡ് ബെഡാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും സോളിഡ് മെറ്റീരിയൽസിനെ റിയാക്ടറിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. കാരണം ഫ്ലൂയിഡ് പ്രോപ്പർട്ടി വന്നാലും ഇപ്പോൾ നമുക്ക് പോറിങ് ആണെങ്കിൽ തന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അതൊരു ഫസ്റ്റ് റീസൺ ആണ്. ഇനി ഇൻറ്റൻസ് മിക്സിംഗ് വിത്ത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ്, അതായത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ മിക്സിംഗ് ആയ കാരണം യൂണിഫോം ടെമ്പറേച്ചറിൽ നമുക്ക് അതിൻ്റെ സിസ്റ്റം ലഭിക്കും. ഇനി എക്സലൻറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഫ്ലൂയിഡൈസ്ഡ് ബെഡ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ പാർട്ടിക്കിൾ സസ്പെൻഡഡ് ആയ കാരണം നല്ല രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ ക്യാരക്ടേഴ്സൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലെവലിലായിരിക്കും ഫ്ലൂയിഡൈസ്ഡ് ബെഡിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾസ് ആണിത്. അഡ്വാൻറ്റേജസ്. ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വിഗറസ്ലി മിക്സ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മിക്സിംഗ് ഓഫ് സോളിഡ്, മാക്സിമം മിക്സിംഗ് നടക്കുന്ന കാരണം അവിടെ കോൺസെൻട്രേഷനും ഹോമോജീനിയസ് മിക്സിംഗ് ആയിരിക്കും നടക്കുക. ടെമ്പറേച്ചർ ഓൾസോ വിൽ ബി യൂണിഫോം. ഇപ്പോൾ എൻഡോതെർമിക് ആണെങ്കിലും എക്സോതെർമൽ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഗ്രേഡിയൻറ്റ് ഫോർമേഷൻ ഉണ്ടാവില്ല. ഇനി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയ കാരണം, ലിക്വിഡ് ലൈക്ക് ഫ്ലോ പാർട്ടിക്കിൾ ആയ കാരണം നമുക്ക് കൺട്രോളിങ് ഓപ്പറേഷൻസും ഹാൻഡ്ലിങ്ങും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ മിക്സിംഗ് നടക്കുന്ന കാരണം ഐസോതെർമൽ കണ്ടീഷൻ ത്രൂ ഔട്ട് ദ റിയാക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് വി ക്യാൻ കൺട്രോൾ ഇറ്റ് വെരി ക്വിക്ക്ലി. വലിയ എഫോർട്ടൊന്നും ഇല്ലാതെ നമുക്ക് ആ ടെമ്പറേച്ചറിന്, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടെമ്പറേച്ചറിൽ നിന്ന് വേറെ ടെമ്പറേച്ചറിൽ മാറ്റണമെങ്കിൽ മിക്സിംഗ് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിനൊക്കെ ഇത് നല്ലതാണ്, നല്ല രീതിയിൽ ട്രാൻസ്ഫറൊക്കെ നടക്കുന്ന കാര്യം. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്യാസ് സോളിഡ് ഫ്ലൂയിഡൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബബ്ലിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ചില കേസിൽ അൺഈവൻ കോണ്ടാക്റ്റിങ് നടക്കാം. അപ്പോൾ അങ്ങനെ വന്ന കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രാൻസ്ഫർ നടന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ സോളിഡ് പാർട്ടിക്കിളാണ് നമ്മളിങ്ങനെ സസ്പെൻഡഡ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലേഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ റിയാക്ടറിൻ്റെ വെസലിലോ അല്ലെങ്കിൽ പൈപ്പിലോ അബ്രേഷനൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. തേയ്മാനം അങ്ങനത്തെ ചാൻസസ് കൂടുതലാണ്. ഇനി അട്രീഷൻ ഓഫ് സോളിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോളിഡ്, അതായത് നമ്മൾ ഉപയോഗിച്ച സംഭവം തന്നെ സൈസ്, ആ സോളിഡ് പാർട്ടിക്കിളിൽ നമ്മൾ മിക്സിങ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ എന്താ പറയുക, വേറൊരു പാർട്ടിക്കിളായിട്ട് ഉറഞ്ഞിട്ട് അതിൻ്റെ സൈസ് കുറയാനോ അങ്ങനെ പാർട്ടിക്കിൾ തനിയെ ഇത് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്, സൈസ് കുറയാനുള്ള ചാൻസും ഉണ്ട്. ഇനി ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് മിക്സിംഗ് ആയ കാരണം ചില കേസിൽ നമുക്ക് റിയാക്ടറിന് അത് നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ റാപ്പിഡ് ആണല്ലോ, ഇപ്പോൾ സോളിഡ് ഗ്യാസ് അല്ലെങ്കിൽ സോളിഡ് ഗ്യാഷ്യസ് ലിക്വിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ അൺഈവൻ കോണ്ടാക്റ്റ് ഉള്ള കാരണം നോൺ യൂണിഫോം പ്രൊഡക്റ്റ് ഫോർമേഷനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലൂയിഡൈസേഷൻ.